ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ കയറി. നമ്മുടെ സ്ഥിരം പരിപാടി ഇതാണല്ലോ. രാവിലെ ഡെയിലി നമ്മൾ എന്തൊക്കെയാണ് അതൊക്കെ തന്നെ. അങ്ങനെ ചായക്കുള്ള പാലൊക്കെ അടപ്പയിൽ വെച്ചു. പിന്നെ ഇഡലി പാത്രത്തിലോട്ട് സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ വസുമോന് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചു. പിന്നെന്താ, അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്ക് ഞാൻ ഓർത്തു കാപ്പിക്കായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് ഓർത്തു കേട്ടോ. കുറച്ച് ചോറിരിപ്പുണ്ടായിരുന്നു. നമ്മൾ വൈകിട്ടാണ് ചോറ് വെച്ചത്. അപ്പോൾ ചോറിരിപ്പുണ്ടായിരുന്നു. ഞാൻ ഓർത്തു അന്നേരം എളുപ്പത്തിന് ചോറ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി നമ്മുടെ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉള്ള പച്ചക്കറിയൊക്കെ ഇട്ട് എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കും തക്കാളി ബീൻസൊക്കെ ഇട്ട് അങ്ങോട്ട് ഉണ്ടാക്കും. ഇവിടെ പിന്നെ അങ്ങനെയൊക്കെയാണ്. ഇവിടെ എല്ലാം അവർക്കിഷ്ടം ഇതാണ്, വെജിറ്റബിൾ റൈസും. അവർക്കെന്ന് പറയുന്ന വസുവിന് അതൊക്കെ ഇഷ്ടമാണ്. തക്കാളി ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ അത് ഇഷ്ടമാണ്. സ്ഥിരം അങ്ങനൊന്നും അല്ല. രാവിലെ വോയിസ് കൊടുക്കുന്നതുകൊണ്ടുണ്ടല്ലോ, ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ എൻ്റെ വോയിസിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആ ഉറക്കപ്പിച്ചിയുടെ ആ ഒരു ഇതൊക്കെയാണ്. അതൊക്കെ പോട്ടെ, അതൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് അങ്ങനെ ആക്കാമെന്ന് ഓർത്ത്. ഇന്നും കാപ്പിയല്ലേ, ഇന്ന് ചപ്പാത്തി ഇഡ്ഡലി ദോശ ഇതൊക്കെ ആയതുകൊണ്ട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അങ്ങനെ തന്നെ കഴിക്കാനുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഓരോ ദിവസം കിടന്നുറങ്ങുമ്പോഴും തലേന്നേ ഓർക്കും നാളെ രാവിലെ എന്തുണ്ടാക്കണം. കാരണം രാവിലെ വന്ന് ചിന്തിച്ച് ഇന്ന് ഓർത്തുണ്ടാക്കാനുള്ള സമയം കാണത്തില്ലല്ലോ. രാവിലെ ഉണ്ടാക്കി കൊടുത്തു വിടണ്ടേ. അങ്ങനെ ആലോചിച്ചൊക്കെ കിടക്കുന്നത് എന്തൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ. അപ്പം ഞാനിപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കറിയൊക്കെ വെച്ചാൽ വൈകുന്നേരം കറിയൊക്കെ വെച്ചാൽ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കത്തൊന്നുമില്ല. എല്ലാം പുറത്ത് തന്നെ വയ്ക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വലിയ കാര്യമായിട്ട് കറികളൊന്നും വെക്കേണ്ട. മീൻ കറിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്താ ചീനിച്ചട്ടിയിൽ എൻ്റെ ചട്ടി ഇപ്പോൾ ഒറ്റ ചട്ടിയേ ഉള്ളൂ കേട്ടോ. അത് കാരണം അത് ചട്ടിക്കകത്ത് അല്ലാതെ കുറച്ച് കറി ഇരിപ്പുണ്ടായിരുന്നു. അത് കാരണം ഞാനുണ്ടല്ലോ ചീനിച്ചട്ടിക്കകത്താണ് കറി വെച്ച മീൻ കറി വെച്ചത്. അങ്ങനെ അത് പുറത്തിരിപ്പുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ക്യാപ്സിക്കമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിനകത്ത് കുരുവൊക്കെ ഒന്ന് കളഞ്ഞു. പിന്നെ ഒരു ഉള്ളി, ഒരു സവോള, ഉള്ളി എന്ന് പറഞ്ഞാൽ സവോളയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബീൻസും ഒരു തക്കാളിക്കും ഒരു 1.5 മുറി ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചായ തിളച്ച് കേട്ടോ. ചായ തിളച്ച് അതെല്ലാം കപ്പിനകത്തോട്ട് ഊറ്റി വിരലുറയൊന്നും കയ്യിൽ നിന്ന് ഊരാതെ, കാരണം രാവിലെ സമയം കാണത്തില്ല. അത് കാരണം നമ്മളതൊന്നും ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഞാനത് ഊരി മാറ്റി കയ്യിലെ വിരലുറ. ചായയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒഴിച്ചെടുത്തു. ഇനി ചായ കുടിച്ചുകൊണ്ട് നിന്ന് തന്നെ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കപ്പിലോട്ട് കുറച്ച് ചായയൊക്കെ ഒഴിച്ചെടുത്തു കേട്ടോ. ഇനി ഞാൻ ഒരു തക്കാളിക്കെന്നാണ് പറഞ്ഞതല്ല, 2 തക്കാളിക്ക എടുത്തിട്ടുണ്ട്. അങ്ങനെ ക്യാപ്സിക്കവും ബീൻസും ഒക്കെ അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ക്യാരറ്റും തക്കാളിക്കും ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് നമ്മുടെ റൈസ് ഉണ്ടാക്കാനായിട്ട് പോകണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇച്ചിരി അച്ചാറും പപ്പടവും അതൊക്കെ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാം അരിഞ്ഞൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞാനൊരു ചീനിച്ചട്ടി വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഈ പട്ട ഗ്രാമ്പൂ സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. നമ്മുടെ ഉള്ളി ആദ്യമേ ഇട്ട് കൊടുത്തൊന്ന് വഴട്ടി ആദ്യമേ ഒന്ന് ഇതാക്കി എടുത്തതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ നമ്മുടെ ക്യാപ്സിക്കവും കൂടെ അങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം നമ്മുടെ ക്യാരറ്റും തക്കാളിക്ക് ലാസ്റ്റേ ഇടുകയുള്ളൂ. ക്യാരറ്റും കൂടെ ഇളക്കി ഇട്ട് കൊടുത്തു. രാവിലെ എന്താ പറയുന്നതെന്ന് എനിക്കേ അറിയത്തില്ല. എൻ്റെ ആകെ ഇത് ഇളക്കി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ തക്കാളിക്കയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എല്ലാവർക്കും അറിയാം ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ,
നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പറയുന്നതാണേ. എല്ലാവരും ഒരുപോലൊന്നുമല്ല ഓരോന്നും ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി അങ്ങനെ ഒന്ന് അടച്ചു വെച്ചതൊന്ന് വാടി വരട്ടെ. അതൊന്ന് വേവണമല്ലോ, കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. ക്യാപ്സിക്കത്തിൻ്റെയും തക്കാളിയുടെയൊക്കെ വെള്ളം ഇറങ്ങി അതൊന്ന് വെന്തൊരിതായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി. വേറെ ഒന്നും ഞാൻ പൊടികളൊന്നും ചേർക്കത്തൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ 1-2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ചിക്കിയെടുത്താൽ നല്ലതാണ്. പക്ഷേ വസുമോന് ഇത് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ മുട്ടയും മീൻ അങ്ങനെയുള്ള സംഭവമൊന്നും പറ്റത്തില്ല. അവിടെ നിന്ന് മിക്ക സ്കൂളിലും പറ്റത്തില്ലെന്ന് തോന്നുന്നു. നാട്ടിലും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ചിലയിടത്തൊക്കെ. അപ്പോൾ അത് കാരണം മുട്ട ഒഴിക്കുന്നില്ല. അങ്ങനെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മുടെ ചോറ് ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ ഈ ചെറിയ അരി ആയതുകൊണ്ടുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ വലിയ അരി അല്ലല്ലോ, അതുകൊണ്ട് കഴിക്കാനും നല്ല. ഒരുപാട് വേവിക്കാതൊക്കെ എടുക്കണം ചോറ് കണ്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ പിന്നെ ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ ആദ്യമേ ഇതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുത്ത് കേട്ടോ. പിന്നെ വസുമോന് അവൻ്റെ ടിഫിനകത്തോട്ട് ചോറ് വിളമ്പാനായിട്ട് നിന്നു ഞാൻ. അപ്പോഴത്തേക്ക് അവൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നു കേട്ടോ. അവൻ ഒരുങ്ങി പോകാനായിട്ട് റെഡിയായി വന്നു. ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ആൾ സ്വെറ്ററൊക്കെ ഇട്ട് ആൾ വന്നു. ഇനിയിപ്പോൾ അവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ ജോലിയൊന്നും നമുക്കില്ല. എന്ന് വെച്ചാൽ അവനുള്ളപ്പോഴാണ് ഭയങ്കര ജോലിയെന്നല്ല, രാവിലത്തെ ആ തിടുക്കം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരു സമാധാനമാണ്. രാവിലെ എഴുന്നേറ്റ് അവൻ പോകുന്നിടം വരെ പെട്ടെന്നെല്ലാം ഒന്ന് റെഡിയാക്കി. അപ്പം എൻ്റെ രാവിലത്തെ പരിപാടികൾ ഇതൊക്കെയാണ്. അപ്പോൾ കാപ്പിക്കൊന്നും ഇനി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണം. ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അങ്ങനെ പിന്നെ ഉണ്ടല്ലോ രാവിലത്തെ കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കപ്പ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പ മേടിച്ച് വെച്ചത് അപ്പോൾ കപ്പയൊക്കെ ഒന്ന് നുറുക്കിയെടുത്ത് വേവിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം എനിക്ക് കഴിക്കാനൊരു കൊതി തോന്നി. കപ്പ പുഴുങ്ങി മുളക് ചമ്മന്തി ഉണ്ടാക്കി മീൻകറി ഇരിപ്പുണ്ടല്ലോ, അങ്ങനെ കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അപ്പൂസ് പറഞ്ഞു വേവിച്ചാൽ മതി. അപ്പൂസിന് ഏറ്റവും കപ്പ വേവിച്ച് കഴിക്കുന്നത് ഇഷ്ടം. കപ്പയും മീൻകറിയും അല്ലെ കപ്പ ചിക്കൻ, കപ്പ ബീഫ് അങ്ങനെയൊക്കെ വേവിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം വേവിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് കപ്പ എടുത്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾക്ക് 2 പേരും കൂടെ. കാരണം വസുമോൻ അങ്ങനെ കപ്പ തിന്നത്തില്ല. അവൻ കപ്പ ബിരിയാണിയാണെങ്കിൽ കഴിക്കും, അല്ലാതെ കപ്പ സെപ്പറേറ്റ് നമ്മളിങ്ങനെ വേവിച്ചാലൊന്നും അവൻ കഴിക്കത്തൊന്നുമില്ല. അപ്പം ഞാനന്ന് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കിഴങ്ങെടുത്ത് ഞാൻ പൊളിച്ച് കൊത്തി എരിഞ്ഞ് കഴുകി അടപ്പയിലോട്ട് വെച്ച് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ ഓർക്കും രാവിലെ വെള്ളം ചൂടാക്കിയതാണോ അങ്ങനെ ഇരിക്കുന്നത്, നല്ല കേട്ടോ. നമ്മളിന്ന് ചോറായിരുന്നല്ലോ രാവിലെ കഴിച്ച്. അന്നേരം ദേവൂട്ടന് വേണ്ടി ഏത്തക്ക പുഴുങ്ങിയതായിരുന്നു. അവൻ കുറച്ച് കഴിച്ചു, ബാക്കി അങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം അപ്പൻ്റെ മടിയിൽ പോയി ഇരിക്കുക. അപ്പം അവിടെ ഇരുന്ന് അപ്പൻ ഏത്തക്കയൊക്കെ കൊടുക്കുകയൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ ഉച്ചയായി കേട്ടോ. ഏകദേശം ഉച്ചയെന്ന് പറയാൻ 12 മണി ആ സമയമായി. അങ്ങനെ കപ്പയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ കപ്പയ്ക്ക് അരപ്പ് ചതയ്ക്കാനായിട്ട് ഇടികല്ലിലിടാൻ കാരണം പിന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് കറണ്ട് പോയി കേട്ടോ. കറണ്ട് പെട്ടെന്ന് പോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താ പറയുക, നമ്മൾ ഓർക്കാപ്പുറത്ത് ഇന്ന് നല്ലൊരു പണിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മെഷീനിൽ തുണി അലക്കാനൊക്കെ ഇട്ട് ഒന്ന് ഓണാക്കി വന്നപ്പോഴത്തേക്കും കറണ്ട് അങ്ങ് പോയി. ഇന്ന് പവർ കട്ടാണെന്ന് തോന്നുന്നു, ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ കറണ്ട് അങ്ങ് പോയി. അതും വലിയൊരു പണിയായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് കപ്പയൊക്കെ നന്നായിട്ട് വേവുന്ന കപ്പയായിരുന്നു കേട്ടോ. കപ്പയൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച അരപ്പൊക്കെ ഇട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് പെട്ടെന്നെല്ലാം കുഴച്ചെടുത്ത് കേട്ടോ. അതിന് ശേഷം ഞാൻ നല്ല എരിവുള്ള മുളക് ഉടച്ച് ചമ്മന്തിയാക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ ഒരു പാത്രത്തിൽ തന്നെ കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ അന്നേരം തന്നെ കഴിക്കാനെടുത്തു കേട്ടോ. ഞാൻ വലിയൊരു പാത്രത്തിനകത്തോട്ട് കപ്പ ആവശ്യത്തിന് എടുത്തു. പിന്നെ നമ്മുടെ മീൻകറി ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മീൻകറിയും നമ്മുടെ എരിവുള്ള മുളക് ചമ്മന്തി എല്ലാം കൂടെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. മുളക് ചമ്മന്തി കാണുമ്പോഴേ എൻ്റെ വായിക്കടെ വെള്ളം വരുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ പറയുമ്പം പോലും വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിന് മീൻകറിയൊക്കെ എടുത്ത് ഞങ്ങളിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.